എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MCS FNCക്ക് BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള 5th അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് MCSFNCK.com വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. 4th അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിയ വിദ്യാർത്ഥികളെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പരിഗണിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് 18, 19 തീയതികളായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ വിദ്യാർത്ഥികൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെപ്റ്റംബർ 16 മുതൽ സെപ്റ്റംബർ 19 തീയതി വൈകുന്നേരം 3 മണി വരെയാണ് ഫീ പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുക. MCS FNCK വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് അഡ്മിഷൻസിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് നഴ്സിംഗ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ 5th അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ഫുൾ ലിസ്റ്റ് നൽകിയിട്ടുണ്ട്. ഫുൾ എന്ന് പറയുമ്പോൾ അതായത് ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളുടേതാണ് ജോയിൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചേഞ്ച് ഓഫ് ജോയിൻഡ് കാറ്റഗറി, അതുപോലെ തന്നെ ചേഞ്ച് ഓഫ് ജോയിൻഡ് കാറ്റഗറി, ന്യൂ അലോട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ന്യൂ അലോട്ട്മെൻറ്റ് ആണെങ്കിൽ പുതുതായിട്ട് കിട്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ലിസ്റ്റ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകാനുള്ള ഒരു ഭാഗമുണ്ട്. അവിടെ നൽകി സെർച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റിൻ്റെ അതായത് റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് കോളേജ് വൈസ് ആയിട്ട് ഈ ഒരു റിസൾട്ട് അറിയണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അതായത് 5th അലോട്ട്മെൻറ്റ് കോളേജ് വൈസ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച അതായത് ഏത് കോളേജിൻ്റേതാണ് അറിയേണ്ടത്, ആ ഒരു കോളേജ് സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഏത് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലിസ്റ്റാണ് അറിയേണ്ടത്. അത് നിങ്ങൾക്ക് ഇതേ രീതിയിൽ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ന്യൂ അലോട്ട്മെൻ്റ് ആണ് കിട്ടിയതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ന്യൂ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻസ് എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ആദ്യം നോക്കാം. വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെപ്റ്റംബർ 16 മുതൽ അതായത് ഇന്ന് മുതൽ സെപ്റ്റംബർ 19 തീയതി വരെയാണ് ആദ്യമായിട്ട് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് 25,000 രൂപ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. സെപ്റ്റംബർ 18 തീയതി 9 മണി മുതൽ സെപ്റ്റംബർ 19 തീയതി 3 മണി വരെയാണ് വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിച്ച് നോക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇനി വരുന്ന അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കപ്പെടാനായിട്ട് സെപ്റ്റംബർ 16 രാവിലെ 9 മണി മുതൽ സെപ്റ്റംബർ 19 വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്കിടയിൽ നിങ്ങളുടെ ഈ ഒരു ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുകയും അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആ ഒരു അലോട്ട്മെൻറ്റ് കൺഫേം ചെയ്യുകയും അതിനുശേഷം പിന്നീട് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടേണ്ട വിദ്യാർത്ഥികൾ കൺഫർമേഷൻ നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുക. അപ്പോൾ അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ 18, 19 തീയതികളിലായിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കുകയും ചെയ്യുക. ഇനി വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം നോക്കണം. ആദ്യമായിട്ട് അതായത് ന്യൂ അലോട്ട്മെൻറ്റ് എന്നുള്ള ആ ഒരു സ്റ്റാറ്റസാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറിൻ്റെ സ്റ്റാറ്റസ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക. അതിനുശേഷം 25,000 രൂപ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതിനായിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേ ഓപ്ഷൻ വെബ്സൈറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ചലാൻ ഉപയോഗിച്ച് 1 വർഷത്തെ ഫീസിൻ്റെ ഭാഗമായിട്ടുള്ള 25,000 രൂപ അടക്കുകയും അതിൻ്റെ വിശദാംശങ്ങൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യുക. അതിനുശേഷം അതായത് ചലാൻ വഴിയാണ് അടക്കുന്നതെങ്കിൽ ചലാൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്ത ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് നൽകേണ്ടതായിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് യെസ് ഓർ നോ എന്ന് പറഞ്ഞുകൊണ്ട് 2 ഓപ്ഷനുകളാണ്. യെസ് അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ 2 ഓപ്ഷനുകളും കാണാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ യെസ്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് എന്തെങ്കിലും അതായത് ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ്റെ മുകളിലുള്ള ഓപ്ഷൻസ് ചേഞ്ച് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു യെസ്സിൽ ക്ലിക്ക് ചെയ്ത് അത് നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ റദ്ദ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ മുൻഗണനകൾ അതായത് ഹയർ ഓപ്ഷൻ്റെ മുൻഗണനകൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനോ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അത് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം യെസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുനഃക്രമീകരിക്കാൻ സാധിക്കും. ഇനി നോയിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് അതായത് ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ്റെ മുകളിലുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് പരിഗണിക്കുന്നതിനായിട്ട് നോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ ഹയർ ഓപ്ഷനെയും അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത അലോട്ട്മെൻറ്റ് നിങ്ങളുടെ ഓപ്ഷൻ മുഴുവൻ പരിഗണിക്കും. യെസ്സിൽ ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾ കൺഫേം മൈ അലോട്ട്മെൻറ്റ് എന്ന് അതായത് നിങ്ങൾക്ക് കൺഫേം ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കൺഫേം ചെയ്യുക. ഇതോടെ നിങ്ങൾക്ക് ഈ ഒരു അടുത്ത അലോട്ട്മെൻറ്റിന് നിങ്ങളെ പരിഗണിക്കപ്പെടാനും അതുപോലെ ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്തവർക്ക് ഇപ്പോൾ ലഭിച്ച ആ ഒരു കോളേജിലെ സീറ്റ് ഉറപ്പിക്കുന്നതിനും സാധിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിശ്ചിത ദിവസത്തിനകം അതായത് ഈ ഒരു 18, 19 തീയതികളായിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം വിദ്യാർത്ഥികളുടെ നിങ്ങളുടെ ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ ഈ ഒരു അഡ്മിഷൻ അലോട്ട്മെൻറ്റ് സ്ഥിരീകരിച്ചതായിട്ട് ഒരു ഇമെയിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷനിൽ അതായത് നിങ്ങളുടെ ഈ ഒരു അഡ്മിഷൻ
അഡ്മിഷൻ സ്റ്റാറ്റസിൽ ജോയിൻഡ് അതുപോലെ തന്നെ ചേഞ്ച് ഓഫ് ജോയിൻഡ് കാറ്റഗറി, ജോയിൻഡ് എലിജിബിൾ ഫോർ ഹയർ ഓപ്ഷൻ, ചേഞ്ച് ഓഫ് ജോയിൻഡ് കാറ്റഗറി എലിജിബിൾ ഫോർ ഹയർ ഓപ്ഷൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കാണിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു പുതിയൊരു കോളേജിലേക്ക് മാറിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻ, അതായത് നിങ്ങളുടെ ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഹയർ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ മുൻ അലോട്ട്മെൻറ്റിൽ 25,000 രൂപ ഓൺലൈനായിട്ട് അടച്ചിട്ടുള്ളതിനാൽ വീണ്ടും ഈ ഒരു ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടതില്ല. എന്നാൽ മുകളിൽ നിർദ്ദേശിക്കുന്ന തീയതിയിൽ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് സ്ഥിരീകരിക്കുന്നതിനായിട്ട് കൺഫേം യുവർ അലോട്ട്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് പുതുതായിട്ട് മറ്റൊരു കോളേജിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു അതായത് കോളേജിലേക്കാണ് മറ്റൊരു കോളേജിലേക്ക് കിട്ടിയുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് യെസ് ഓർ നോ ഈ ഒരു രീതിയിൽ 2 ഓപ്ഷൻ കാണാൻ പറ്റും. യെസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും റീ അറേഞ്ച് ചെയ്യാനും സാധിക്കും. നോയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ഹയർ ഓപ്ഷനെയും നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും. ഹയർ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ്റെ മുകളിലുള്ള മറ്റു ഓപ്ഷനുകളെയാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് അതിനുശേഷം കൺഫേം ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നതോടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു ഇമെയിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസും നിങ്ങളുടെ ആ ഒരു കൺഫർമേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയൊരു അലോട്ട്മെൻറ്റൊക്കെ സ്ഥിരീകരിച്ച ശേഷം അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഈ ഒരു സെപ്റ്റംബർ 18, 19 തീയതികളിലായിട്ട്, അതായത് ഈ ഒരു 2 ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഈ ഒരു 19-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് തന്നെ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. നിങ്ങളുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞ പ്രകാരമുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റും ഡോക്യുമെൻറ്റ്സും എടുത്തുകൊണ്ട് ബാലൻസ് ഫീസ് സഹിതം എടുത്തിട്ട് വേണം പോകാനായിട്ട്. ഫീസ് എങ്ങനെയാണ് അടക്കേണ്ടത് എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ കോളേജിൽ കോൺടാക്ട് ചെയ്യുക. കാരണം ചില കോളേജ് DD ആയിട്ടായിരിക്കും വാങ്ങിക്കുക, അതുപോലെ തന്നെ ചില കോളേജ് പൈസ ആയിട്ടായിരിക്കും അത് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻ്റ് ഒക്കെ ആയിട്ടായിരിക്കും വാങ്ങിക്കുക. നിങ്ങൾക്ക് കോളേജിൽ അടക്കേണ്ട പൈസ എന്ന് പറയുന്നത് 81,325 രൂപ. അതിനോടൊപ്പം PTA ഫണ്ട്, അതുപോലെ തന്നെ യൂണിഫോം, ഹോസ്റ്റൽ ഇതുപോലുള്ള എക്സ്ട്രാ ഫീസ് കൂടി വരുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് SSLC അല്ലെങ്കിൽ ഇക്വലൻറ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു SSLC അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ +2 അല്ലെങ്കിൽ ഇക്വലൻറ്റ് സർട്ടിഫിക്കറ്റ്, TC, അതുപോലെ തന്നെ ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ കോഴ്സ് ആൻഡ് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അതായത് സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ്. അടുത്തത് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ക്രിസ്ത്യൻ റിലീജിയസ് നൂൺസ് കാറ്റഗറിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആ ഒരു മേജർ സുപ്പീരിയറിൽ നിന്നുള്ള ഒരു ലെറ്റർ, അത് ആവശ്യമുള്ളവർക്ക് മാത്രമേ വേണ്ടൂ. അതുപോലെ തന്നെ 12ാം ക്ലാസ്സിലെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, അത് ആവശ്യമുള്ളവർക്ക് മതി. അതുപോലെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, നിങ്ങൾ ജനിച്ച സ്ഥലം നിങ്ങളുടെ ഈ ഒരു, അതായത് കേരളത്തിൽ ജനിച്ചതാണെങ്കിൽ അത് SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അങ്ങനെയുള്ളവർക്ക് നാറ്റിവിറ്റി വേണ്ട. അതുപോലെ തന്നെ ഈ ഒരു എലിജിബിലിറ്റി അല്ലെങ്കിൽ ഇക്വലൻസ് സർട്ടിഫിക്കറ്റ്, അതായത് കേരളത്തിൽ നിന്നുള്ള ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഇവ ഒഴികെയുള്ള ബോർഡുകളിൽ നിന്ന് പാസ്സായവർക്ക് മാത്രമാണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണ്ടത്. എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടും. 100 രൂപയോളമാണ് അതിന് ഫീസായിട്ട് വരിക. ഇനി അടുത്തതായിട്ട് SC, BC, OBC, SC, ST എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു കാസ്റ്റ് അല്ലെങ്കിൽ കാറ്റഗറി തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. SC, ST വിദ്യാർത്ഥികൾക്ക് ഈ ഒരു തഹസിൽദാറിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യമുള്ളത്. അടുത്തത് കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്, അതായത് ആൻറ്റി റാങ്കിങ് സർട്ടിഫിക്കറ്റ് ആണ്. ഇത് എല്ലാ സ്ഥലത്തും സാധാരണഗതിയിൽ വാങ്ങിക്കാറില്ല. അതുപോലെ തന്നെ അടുത്തത് നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് ഓർഡറിൻ്റെ, അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്ററിൻ്റെ ഒരു സൈൻഡ് കോപ്പിയാണ്. അടുത്തതായിട്ട് നിങ്ങൾക്ക് സൈൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു പ്രിൻ്റ് ഔട്ട്, അതാണ് വേണ്ടത്. അടുത്തത് നിങ്ങളുടെ ഇനി പറയുന്നതിൻ്റെ ഈ ഒരു 2 വീതം അറ്റസ്റ്റഡ് കോപ്പിയാണ്. അറ്റസ്റ്റഡ് എന്ന് പറയുമ്പോൾ ഗസ്റ്റഡ് ഓഫീസർ ആയിരിക്കണം അറ്റസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ അല്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ വോട്ടർ ID ഇവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഈ ഒരു 2 വീതം അറ്റസ്റ്റ് കോപ്പി. അതുപോലെ തന്നെ നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ 2 വീതം അറ്റസ്റ്റ് കോപ്പി. അതുപോലെ തന്നെ 8 ഫോട്ടോസ്, അതായത് നിങ്ങളുടെ ഈ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, 8 പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. അതുപോലെ തന്നെ നിങ്ങൾ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ DD ആയിട്ടോ എങ്ങനെയാണ് നിങ്ങളുടെ കോളേജ് അടക്കാൻ പറയുന്നത് ആ ഒരു രീതിയിൽ 81,325 രൂപ അടക്കണം. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഫീസ് ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. അതായത് ഫീസ്, ആനുവൽ ഹോസ്റ്റൽ, മെസ്സ്, ബുക്ക് ആൻഡ് യൂണിഫോം, ഇതുപോലെ മറ്റെന്തെങ്കിലും ഫീസ് ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ഹയർ ഓപ്ഷൻ ലഭിച്ച്, അതായത് ഹയർ ഓപ്ഷൻ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണിക്കുന്ന, അതായത് ആ ഒരു രീതിയിലുള്ള സ്റ്റാറ്റസുള്ള വിദ്യാർത്ഥികൾ കോളേജിലെത്തി നിങ്ങൾ മുൻപ് അഡ്മിഷൻ എടുത്തതിൻ്റെ ആ ഒരു അഡ്മിഷൻ സ്ലിപ്പിൻ്റെ ഒരു കോപ്പി പുതിയ കോളേജിൽ നൽകിയാൽ മതിയാകും. അതായത് ഫോട്ടോ സ്റ്റാറ്റ് മാത്രമേ നൽകേണ്ടതുള്ളൂ. ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വയ്ക്കുക. നിങ്ങൾ അടച്ച ഫീസും അതുപോലെ സർട്ടിഫിക്കറ്റ്സും നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയുള്ള കോളേജിൽ നിന്നുള്ള അപ്പോൾ നിങ്ങൾ ആ ഒരു കോളേജിലേക്ക്, അതായത് നിങ്ങൾ കോളേജിൽ
മുൻപ് അതായത് നിങ്ങൾക്കിപ്പോൾ പുതിയൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ആദ്യം അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കോളേജിൽ നിന്ന് നൽകിയിട്ടുള്ള റെസിപ്റ്റ് ഉണ്ടാകും. അതിൻ്റെയൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തുകൊണ്ട് പുതിയൊരു കോളേജിൽ ഏത് കോളേജിലാണ് കിട്ടിയത് ആ ഒരു കോളേജിൽ പോയിട്ട് നൽകിയാൽ മതി. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും നിങ്ങൾ അടച്ച ഫീസും ഒക്കെ പുതിയ കോളേജിലേക്ക് AMCS FNCK വഴി ആ ഒരു കോളേജ് പുതിയ കോളേജിലേക്ക് നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ ക്യാൻസലേഷൻ അത് എങ്ങനെയാണ് എന്നുള്ള കാര്യം കൂടി ഇതിവിടെ പ്രത്യേകം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകിച്ച് അതായത് മറ്റൊരു വീഡിയോയിൽ നിങ്ങളെ ഈ ഒരു കാര്യം അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.